ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക ദൗത്യവുമായാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ SSLC ഫിസിക്സ് പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ചയുള്ളൂ. അതിലെ വളരെ പ്രധാനപ്പെട്ടൊരു ചാപ്റ്റർ 2 ലെൻസസ് അഥവാ ലെൻസുകൾ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മുൻപരിചയമില്ലെന്നറിയാം, പക്ഷെ പേടിക്കണ്ട. അടുത്തൊരു 15-20 മിനിറ്റ് ഈ ചാപ്റ്റർ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മളൊന്ന് ശ്രമിക്കാൻ പോവുകയാണ്. അതെ, ഈ ചാപ്റ്റർ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണയായി ഒരു 4 മുതൽ 6 മാർക്ക് വരെ ഈ ഒരൊറ്റ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റില്ല? ഒരിക്കലുമില്ല. ചിത്രങ്ങൾ വരയ്ക്കാനും പിന്നെ ചെറിയ കണക്കുകൾ ചെയ്യാനും തിയറി ചോദ്യങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോ ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്കും ലെൻസുകൾ എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടും. ശരി, അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഒരു ലെൻസ്? ഇതൊരു സാധാരണ ഗ്ലാസ് കഷ്ണം പോലെ ഒരു സംഭവമാണോ? അല്ല, നല്ലൊരു ചോദ്യമാണ്. അവിടെയാണ് പ്രധാന വ്യത്യാസം. ഇപ്പോ നിങ്ങളുടെ കയ്യിലൊരു പേപ്പറും ഒരു സാധാരണ ഗ്ലാസ് ജനലിന്റെ കഷ്ണവുമുണ്ടെന്ന് വിചാരിക്കുക. വെയിലത്ത് ആ ഗ്ലാസ് കഷ്ണം പേപ്പറിന്റെ മുകളിൽ പിടിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ല. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് വെച്ചാലോ? സൂര്യരശ്മികളെല്ലാം ഒന്നായിട്ട് വന്ന് ആ പേപ്പറിൽ ഒരു കുത്തായിട്ട് കാണും. അതെ, കുറച്ചു കഴിയുമ്പോൾ ആ പേപ്പർ കരിയാനും തുടങ്ങും. ഈ ഒരു കഴിവാണ് ഒരു ലെൻസിനെ വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രകാശത്തെ ഒരു സ്ഥലത്ത് കൂട്ടിച്ചേർക്കാനുള്ള കഴിവ്, അതാണോ ലെൻസ് എന്ന് പറയുന്നത്? കൃത്യമായി പറഞ്ഞാൽ പ്രകാശരശ്മികളെ ഒരുമിച്ച് ചേർക്കാനോ, അതായത് കോൺവെർജ് ചെയ്യാനോ അല്ലെങ്കിൽ അകറ്റിവിടാനോ, അതായത് ഡൈവേർജ് ചെയ്യാനോ കഴിവുള്ള ഒരു ട്രാൻസ്പെറന്റ് വസ്തുവാണ് ലെൻസ്. ഇതിന് വളഞ്ഞ പ്രതലങ്ങൾ, കേർവ്ഡ് സർഫസസ് ഉള്ളതുകൊണ്ടാണ് ഈ കഴിവ് കിട്ടുന്നത്. ഈ കോൺവെർജ് ചെയ്യുക, ഡൈവേർജ് ചെയ്യുക എന്ന സ്വഭാവം അനുസരിച്ച് ലെൻസുകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. അതാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും, അല്ലേ? അതെ, അത് തന്നെ. ആദ്യം കോൺവെക്സ് ലെൻസ്, അതായത് കോൺവെക്സ് ലെൻസ്. ഇത് തൊട്ടുനോക്കിയാൽ നടുക്ക് കുറച്ച് തടിച്ചിരിക്കും, അരികുകളിലേക്ക് വരുമ്പോൾ നേർത്തുമിരിക്കും. മാഗ്നിഫയിങ് ഗ്ലാസ് പോലെ. കറക്റ്റ്. ആ മാഗ്നിഫയിങ് ഗ്ലാസ് ഒരു കോൺവെക്സ് ലെൻസാണ്. ഇത് പ്രകാശത്തെ ഒരുമിപ്പിക്കുന്നു, കൺവേർജ് ചെയ്യിക്കുന്നു. ഇനി രണ്ടാമത്തേത് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ഇത് നടുക്ക് നേർത്തും അരികുകളിൽ തടിച്ചുമിരിക്കും. കോൺവെക്സിന്റെ നേരെ ഓപ്പോസിറ്റ്. അതെ, ഇത് പ്രകാശത്തെ അകറ്റിവിടുകയാണ് ചെയ്യുന്നത്, ഡൈവേർജ് ചെയ്യിക്കുന്നു. അതുകൊണ്ട് ഒരു കോൺകേവ് ലെൻസ് വെച്ച് നമുക്കൊരിക്കലും പേപ്പർ കത്തിക്കാൻ കഴിയില്ല. ശരി. ഇത് രണ്ടും പെട്ടെന്ന് തിരിച്ചറിയാൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു വഴിയുണ്ടല്ലോ, പുസ്തകത്തിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ വെച്ച് നോക്കുന്നത്. അതുണ്ട്. ഒരു പുസ്തകത്തിലെ അക്ഷരങ്ങൾക്ക് മുകളിലൂടെ ഒരു കോൺവെക്സ് ലെൻസ് ഇങ്ങനെ ചലിപ്പിച്ചാൽ അക്ഷരങ്ങൾ വലുതായി കാണാം. വലുതായി കാണാം. അതെ, നമ്മൾ ലെൻസ് ചലിപ്പിക്കുന്നതിന്റെ എതിർദിശയിൽ ആ അക്ഷരങ്ങൾ നീങ്ങുന്നതായും തോന്നും. എന്നാൽ കോൺകേവ് ലെൻസിലൂടെ നോക്കുമ്പോഴോ അക്ഷരങ്ങൾ ചെറുതായിട്ടാണ് കാണുക. നമ്മൾ ലെൻസ് ചലിപ്പിക്കുന്ന അതേ ദിശയിൽ അവ നീങ്ങുന്നതായും കാണാം. ഓക്കെ, ഇതൊരു പ്രധാനപ്പെട്ട പ്രാക്ടിക്കൽ ടെസ്റ്റാണ്. വളരെ പ്രധാനം. ശരി, ഈ അടിസ്ഥാനം വ്യക്തമായി. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ചില വാക്കുകളിലേക്ക് വരാം. ഓപ്റ്റിക് സെന്റർ, സെന്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ആക്സിസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നും. ഒട്ടും പേടിക്കണ്ട, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സിമ്പിളാണ്. ഓപ്റ്റിക് സെന്റർ O എന്ന് പറയും. അത് ലെൻസിന്റെ കൃത്യം നടുവിലുള്ള പോയിന്റാണ്. അത്രയുള്ളൂ. ഓക്കെ, എ സെൻട്രൽ പോയിന്റ്. അതെ. ഇനി സെന്റർ ഓഫ് കർവേച്ചർ C. ഒരു ലെൻസിന്റെ വളഞ്ഞ പ്രതലങ്ങൾ ഓരോ വലിയ ഗോളത്തിന്റെ, അതായത് സ്ഫിയറിന്റെ ഭാഗങ്ങളാണെന്ന് ഒന്ന് സങ്കൽപ്പിക്കുക. ആ സാങ്കൽപ്പിക ഗോളങ്ങളുടെ കേന്ദ്രമാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഒരു ലെൻസിന് 2 വളഞ്ഞ പ്രതലങ്ങളുണ്ട്. അപ്പോൾ 2 സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടാകും, C1, C2. ശരി. അപ്പോൾ ഈ പോയിന്റുകളെയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു വരയുണ്ടല്ലോ, അതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ 2 സെന്റർ ഓഫ് കർവേച്ചറിനെയും ഓപ്റ്റിക് സെന്ററിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുവരയ്ക്കുന്ന ഒരു നേർരേഖ. ഇതൊരു സാങ്കൽപ്പിക രേഖയാണല്ലേ? അതെ. നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അടിസ്ഥാനമായി ഉപയോഗിക്കുന്ന ലൈൻ ഇതാണ്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് വരാം, പ്രിൻസിപ്പൽ ഫോക്കസ്, അതായത് F. ഇവിടെയാണ് പലർക്കും സംശയം വരുന്നത്. എന്താണ് റിയൽ ഫോക്കസ്, എന്താണ് വെർച്വൽ ഫോക്കസ്? വളരെ ലളിതമാണ്. ഒരു കോൺവെക്സ് ലെൻസിന്റെ കാര്യത്തിൽ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി പാരലലായി വരുന്ന പ്രകാശരശ്മികളില്ലേ? ഉണ്ട്. അവ ലെൻസിലൂടെ കടന്നുപോയ ശേഷം ഒരു ബിന്ദുവിൽ യഥാർത്ഥത്തിൽ കൂടിച്ചേരും.
ആ പേപ്പർ കത്തിയ കോയിന്റ് പോലെ. അതുതന്നെ. ആ ബിന്ദുവാണ് അതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. രശ്മികൾ ശരിക്കും അവിടെ ഒന്നിക്കുന്നതുകൊണ്ട് നമ്മളതിനെ റിയൽ ഫോക്കസ് എന്ന് വിളിക്കും. ഓക്കേ, അപ്പോ കോൺകേവ് ലെൻസിന്റെ കാര്യമോ? കോൺകേവ് ലെൻസിന്റെ സ്വഭാവം പ്രകാശത്തെ അകറ്റിവിടുക എന്നതാണല്ലോ. അപ്പോൾ സമാന്തരമായി വരുന്ന രശ്മികൾ ലെൻസിൽ തട്ടി പല വഴിക്ക് പോകും. അവ കൂടിച്ചേരില്ല. ഒരിക്കലും കൂടിച്ചേരില്ല. പക്ഷേ ആ അകന്നു പോകുന്ന രശ്മികൾ നമ്മൾ പിന്നോട്ട് നീട്ടി വരച്ചാൽ അവയെല്ലാം ഒരൊറ്റ ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് നമുക്കൊരു തോന്നലുണ്ടാകും. ആ തോന്നലാണ്, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. അതെ, യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത നമുക്ക് തോന്നുന്ന ആ ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. അതിനെ നമ്മൾ വെർച്വൽ ഫോക്കസ് എന്നും പറയും. അപ്പോ ഈ ഓപ്റ്റിക് സെന്റർ O മുതൽ പ്രിൻസിപ്പൽ ഫോക്കസ് F വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത് F, ശരിയല്ലേ? അതെ, നിങ്ങൾ കാര്യം പിടികിട്ടി. ഈ അടിസ്ഥാന വാക്കുകൾ മനസ്സിലാക്കിയാൽ തന്നെ പകുതി കഴിഞ്ഞു. ഇനി ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് വരാം. ഒരു കോൺവെക്സ് ലെൻസിന്റെ മുന്നിൽ നമ്മളൊരു മെഴുകുതിരി പല പല സ്ഥാനങ്ങളിലായി വെക്കുന്നു. അതിന്റെ പ്രതിബിംബം, അതായത് ഇമേജ്, എവിടെ എങ്ങനെ രൂപപ്പെടും? ഇതാണല്ലോ റേ ഡയഗ്രംസ് വെച്ച് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നത്. അതെ, ആ ചിത്രങ്ങൾ കാണാതെ പഠിക്കുന്നത് തന്നെ ഒരു വലിയ ജോലിയാണ്. കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതിന്റെ ഒരു രീതി മനസ്സിലാക്കിയാൽ മതി. ഇതൊരു കളി പോലെയാണ്. കളി പോലെയോ? അതെ, വസ്തുവും പ്രതിബിംബവും തമ്മിലുള്ള ഒരുതരം ഡാൻസ് എന്ന് പറയാം. ഇത് വരയ്ക്കാൻ നമുക്ക് വെറും 3 നിയമങ്ങൾ അറിഞ്ഞാൽ മതി. അതിലേതെങ്കിലും 2 ഉപയോഗിച്ചാൽ ചിത്രം പൂർത്തിയായി. എന്തൊക്കെയാണ് ആ നിയമങ്ങൾ? നിയമം 1, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി വരുന്ന രശ്മി ലെൻസിൽ തട്ടി ഫോക്കസിലൂടെ പോകും. നിയമം 2, ഓപ്റ്റിക് സെന്ററിലൂടെ ആ നടുക്കത്തെ പോയിന്റിലൂടെ പോകുന്ന രശ്മിക്ക് ഒരു മാറ്റവുമില്ലാതെ നേരെ കടന്നുപോകും. നിയമം 3, ഫോക്കസിലൂടെ വന്ന് ലെൻസിൽ തട്ടുന്ന രശ്മി പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി പോകും. ഒന്നാമത്തെ നിയമത്തിന്റെ നേരെ തിരിച്ച്. ശരി, അപ്പോൾ ഈ നിയമങ്ങൾ വെച്ച് നമുക്ക് ആ ഡാൻസ് ഒന്ന് നോക്കാം. വസ്തുവിനെ ലെൻസിൽ നിന്ന് വളരെ അകലെ 2Fനും അപ്പുറത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? വസ്തു അകലെ ആയിരിക്കുമ്പോൾ അതിന്റെ പ്രതിബിംബം ലെൻസിനോട് അടുത്തായിരിക്കും. അതായത് Fനും 2Fനും ഇടയിൽ. അത് ചെറുതും ഡിമിനിഷ്ഡ്, പിന്നെ തലകീഴായതും ഇൻവേർട്ടഡ്, യഥാർത്ഥവും റിയൽ ആയിരിക്കും. യഥാർത്ഥമെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുമെന്നാണോ? അതെ, അതുതന്നെ. ഇനി നമ്മൾ വസ്തുവിനെ ലെൻസിനോട് കുറച്ചുകൂടി അടുപ്പിച്ച് 2F എന്ന പോയിന്റിൽ തന്നെ വെച്ചാലോ? അപ്പോൾ ഒരു സമനില വരും, ഒരു ബാലൻസിംഗ്. വസ്തു 2Fലാണെങ്കിൽ പ്രതിബിംബവും മറുവശത്ത് 2Fൽ തന്നെ ഉണ്ടാകും. ഓക്കേ. രണ്ടിനും ഒരേ വലുപ്പമായിരിക്കും, സെയിം സൈസ്. അതും തലകീഴായതും യഥാർത്ഥവും തന്നെ. ഓക്കേ, അപ്പോൾ വസ്തു അടുത്തേക്ക് വരുമ്പോൾ പ്രതിബിംബം അകലേക്ക് പോവുകയാണോ? ഇനി വസ്തുവിനെ Fനും 2Fനും ഇടയിൽ വെച്ചാലോ? അല്ലേ, നിങ്ങൾ പറഞ്ഞ ആ ഡാൻസ് ഇപ്പോൾ വ്യക്തമായി കാണാം. വസ്തു Fനും 2Fനും ഇടയിലേക്ക് വരുമ്പോൾ പ്രതിബിംബം 2Fനും അപ്പുറത്തേക്ക് ദൂരേക്ക് നീങ്ങും. ഇപ്പോൾ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായി, മാഗ്നിഫൈഡായി. പക്ഷെ അപ്പോഴും തലകീഴായതും യഥാർത്ഥവുമാണ്. ഇനി ആ നിർണായകമായ പോയിന്റിലേക്ക്, അതായത് Fൽ ഫോക്കസിൽ തന്നെ വെച്ചാൽ? വസ്തു Fൽ വയ്ക്കുമ്പോൾ ലെൻസിൽ നിന്ന് വരുന്ന രശ്മികൾ സമാന്തരമായി അനന്തതയിലേക്ക് പോകും. അവ കൂട്ടിമുട്ടില്ല. ഇല്ല. അപ്പോൾ നമ്മൾ പറയും പ്രതിബിംബം അനന്തതയിൽ, അറ്റ് ഇൻഫിനിറ്റിയിൽ രൂപപ്പെടുന്നു എന്ന്. അത് വളരെ വലുതായിരിക്കും. ഇനി അവസാനത്തെ ആ പ്രത്യേക കേസ്, വസ്തുവിനെ Fനും ലെൻസിനും ഇടയിൽ വളരെ അടുത്തേക്ക് വെക്കുമ്പോൾ. ഇവിടെയാണല്ലോ കളി മാറുന്നത്. അതെ, ഇതാണ് മാഗ്നിഫൈങ് ഗ്ലാസിന്റെ രഹസ്യം. വസ്തുവിനെ ഫോക്കസിനും ലെൻസിനും ഇടയിൽ വെക്കുമ്പോൾ ലെൻസിൽ നിന്നുള്ള രശ്മികൾ അകന്നുപോകും. അവ യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടില്ല. പക്ഷേ നമ്മുടെ കണ്ണ് ആ രശ്മികളെ പിന്നോട്ട് നീട്ടി വസ്തുവിരിക്കുന്ന അതേ വശത്ത് വലുതും നിവർന്നതുമായ ഇറക്റ്റായ ഒരു പ്രതിബിംബം കാണിച്ചു തരും. ഇത് യഥാർത്ഥമല്ലാത്തതുകൊണ്ട് ഇതിനെ മിഥ്യാപ്രതിബിംബം, വിർച്വൽ ഇമേജ് എന്ന് പറയുന്നു. ഇതിനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല. വളരെ വ്യക്തമായി. അപ്പോൾ കോൺവെക്സ് ലെൻസിന് ഈ 5 സാഹചര്യങ്ങളിലും യഥാർത്ഥ പ്രതിബിംബവും ഒരൊറ്റ സാഹചര്യത്തിൽ മിഥ്യാപ്രതിബിംബവും ഉണ്ടാക്കാൻ പറ്റും. കോൺകേവ് ലെൻസിന്റെ കാര്യമോ? അത് സിമ്പിളാണോ? കോൺകേവ് ലെൻസിന്റെ കാര്യം വളരെ എളുപ്പമാണ്. നിങ്ങൾ വസ്തു എവിടെ വെച്ചാലും ശരി, അത് എപ്പോഴും ഒരേപോലത്തെ പ്രതിബിംബമേ ഉണ്ടാക്കൂ. എപ്പോഴും? അതെ, എപ്പോഴും. ചെറുത് ഡിമിനിഷ്ഡ്, നിവർന്നത് ഇറക്റ്റ്, മിഥ്യ വെർച്വൽ. ഓക്കേ, ഈ ചിത്രങ്ങളുടെ ഭാഗം കഴിഞ്ഞു. ഇനി പല വിദ്യാർത്ഥികളും പേടിക്കുന്ന കണക്കുകളിലേക്ക് വരാം. ലെൻസ് ഇക്വേഷൻ,
പിന്നെ ആ പോസിറ്റീവ് നെഗറ്റീവ് ചിഹ്നങ്ങൾ വരുന്ന കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഇവിടെയാണ് എപ്പോഴും തെറ്റുന്നത്. ഒട്ടും പേടിക്കേണ്ട. നമുക്ക് ആ ചിഹ്നങ്ങളുടെ കൺഫ്യൂഷൻ ആദ്യം മാറ്റാം. ഇതിന് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയും. 3 നിയമങ്ങൾ ഓർത്താൽ മതി. ഓക്കെ. 1. എല്ലാ ദൂരങ്ങളും അളന്നു തുടങ്ങേണ്ടത് ലെൻസിന്റെ നടുക്കുനിന്ന്, അതായത് ഓപ്റ്റിക് സെന്റർ ഒയിൽ നിന്ന്. 2. പ്രകാശം സഞ്ചരിക്കുന്ന ദിശയിൽ, അതായത് ഇടത്തുനിന്ന് വലത്തോട്ട് അളക്കുന്ന ദൂരങ്ങൾക്കെല്ലാം പോസിറ്റീവ് പ്ലസ് ചിഹ്നം കൊടുക്കണം. പ്രകാശത്തിന് എതിർദിശയിൽ അളക്കുന്നവയ്ക്ക് നെഗറ്റീവ് മൈനസ് ചിഹ്നം കൊടുക്കണം. 3. പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കുള്ള ഉയരം പോസിറ്റീവ്, താഴേക്കുള്ള ഉയരം നെഗറ്റീവ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലെൻസിന്റെ ഇടതുവശത്താണല്ലോ വസ്തു ഓബ്ജക്റ്റ് വെക്കുന്നത്. അതെ. അപ്പോൾ ഓപ്റ്റിക് സെന്ററിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം യു അളക്കുന്നത് പ്രകാശത്തിന് എതിർദിശയിലായിരിക്കും. അപ്പോൾ യു എപ്പോഴും നെഗറ്റീവ് ആയിരിക്കുമല്ലോ. എക്സലന്റ്. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ഇസ് ഓൾവേസ് നെഗറ്റീവ്. അതുപോലെ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് യഥാർത്ഥത്തിൽ മറുവശത്താണ്. അതുകൊണ്ട് അതിന്റെ ഫോക്കൽ ലെങ്ത് എഫ് എപ്പോഴും പോസിറ്റീവായിരിക്കും. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് മിഥ്യയും അതേ വശത്തുമായതുകൊണ്ട് അതിന്റെ എഫ് എപ്പോഴും നെഗറ്റീവായിരിക്കും. ഓക്കെ. അപ്പോ 3 കാര്യങ്ങള്. യു എപ്പോഴും നെഗറ്റീവ്, കോൺവെക്സിന്റെ എഫ് പോസിറ്റീവ്, കോൺകേവിന്റെ എഫ് നെഗറ്റീവ്. അതെ, ഇത് ഓർത്താൽ മതി. ഇനി നമുക്ക് ലെൻസ് ഇക്വേഷനിലേക്ക് വരാം. എന്താണത്? വസ്തുവിലേക്കുള്ള ദൂരം യു, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം വി, പിന്നെ ഫോക്കൽ ലെങ്ത് എഫ്, ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സമവാക്യമാണ് ലെൻസ് ഇക്വേഷൻ. 1/f ഈക്വൽസ് 1/v മൈനസ് 1/u. 1/f ഈക്വൽസ് 1/v മൈനസ് 1/u. അതെ. ചോദ്യത്തിൽ തന്നിരിക്കുന്ന യു, എഫ് എന്നിവയുടെ വിലകൾ നമ്മളിപ്പോൾ പഠിച്ച ചിഹ്നങ്ങൾ ചേർത്ത് ഈ ഇക്വേഷനിൽ ഇട്ടുകൊടുത്താൽ മതി. അപ്പോ അറിയാത്ത വി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കാം. അതെ. ഈ കണക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിന്റെ ചിഹ്നത്തിനും എന്തെങ്കിലും അർത്ഥമുണ്ടല്ലോ അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് വരുന്നതിന്? തീർച്ചയായും. നിങ്ങൾക്ക് കിട്ടുന്ന വിയുടെ ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം പ്രതിബിംബം യഥാർത്ഥമാണ്, റിയലാണ്, ലെൻസിന്റെ മറുവശത്താണ്. വി നെഗറ്റീവായാണ് കിട്ടുന്നതെങ്കിൽ പ്രതിബിംബം മിഥ്യയാണ്, വെർച്വലാണ്, വസ്തുവിന്റെ അതേ വശത്താണ്. ഓക്കെ. അതുപോലെ മാഗ്നിഫിക്കേഷൻ എം എന്നൊരു കാര്യമുണ്ട്. എം ഇസ് ഈക്വൽ ടു v/u. ഇതിന്റെ ഉത്തരം നെഗറ്റീവാണെങ്കിൽ പ്രതിബിംബം തലകീഴായതാണ്, ഇൻവേർട്ടഡ്. പോസിറ്റീവാണെങ്കിൽ നിവർന്നതാണ്, ഇറക്റ്റ്. അപ്പോൾ ഒരു കണക്ക് കിട്ടിയാൽ ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ ചിഹ്നം സഹിതം എടുത്തെഴുതുക, എന്നിട്ട് ഇക്വേഷനിൽ ഉപയോഗിക്കുക. ഇത്രയേ ഉള്ളൂ. അതെ, യൂണിറ്റുകൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. എല്ലാം സെന്റിമീറ്ററിലാണെന്ന് ഉറപ്പുവരുത്തുക. ശരി. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ചെറിയൊരാശയം, പവർ ഓഫ് എ ലെൻസ്. ഡോക്ടർമാർ കണ്ണടയ്ക്ക് കുറിപ്പടി തരുമ്പോൾ +2 -1.5 എന്നൊക്കെ എഴുതുന്നത് ഇതാണോ? അതെ, അത് തന്നെ. പവർ പി എന്നത് ഒരു ലെൻസിന് പ്രകാശത്തെ എത്രത്തോളം കൺവേർജ് അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യിക്കാൻ കഴിവുണ്ട് എന്നതിന്റെ അളവാണ്. P = 1/f എന്നാണ് അതിന്റെ സമവാക്യം. P = 1/f. ഇവിടെ ഒരു കാര്യം നിർബന്ധമായും ഓർക്കണം. ഫോക്കൽ ലെങ്ത് എഫ് മീറ്ററിലായിരിക്കണം. സെന്റിമീറ്ററിലല്ല. അല്ല, മീറ്ററിൽ. അപ്പോൾ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ഡി എന്ന് കിട്ടും. കോൺവെക്സ് ലെൻസിന്റെ എഫ് പോസിറ്റീവ് ആയതുകൊണ്ട് പവറും പോസിറ്റീവായിരിക്കും, +2d പോലെ. കോൺകേവ് ലെൻസിന്റെ എഫ് നെഗറ്റീവ് ആയതുകൊണ്ട് പവറും നെഗറ്റീവായിരിക്കും, -1.5d പോലെ. വളരെ നന്നായി. ഇപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ ആശയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒഴിവാക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാമോ? ഉറപ്പായും. 1. കോൺവെക്സ് ലെൻസിന്റെ ആ 6 റേ ഡയഗ്രംസ്. അതിൽ വസ്തു എഫിനും 2f-നും ഇടയിൽ വെക്കുമ്പോഴുള്ളതും എഫിനും ലെൻസിനും ഇടയിൽ വെക്കുമ്പോഴുള്ളതും ഏറ്റവും പ്രധാനം. അത് വരച്ച് തന്നെ പഠിക്കണം. 2. ലെൻസ് ഇക്വേഷൻ 1/f = 1/v - 1/u ഉപയോഗിച്ചുള്ള കണക്കുകൾ. സൈൻ കൺവെൻഷനാണ് അവിടുത്തെ താരം, അത് തെറ്റിക്കരുത്. ഓക്കെ. 3. കോൺവെക്സ്, കോൺകേവ് ലെൻസുകൾ തമ്മിലുള്ള വ്യത്യാസം. 4. പവർ ഓഫ് എ ലെൻസിന്റെ ചെറിയ കണക്കുകൾ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഉറപ്പിക്കാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എന്താണ് നമ്മൾക്ക് ഓർത്തുവെക്കേണ്ട പ്രധാന ആശയം? വാട്ട്സ് ദ ബിഗ് ഐഡിയ? ഓർക്കാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കോൺവെക്സ് ലെൻസ് ഒരു ഗ്യാദററാണ്. അത് പ്രകാശത്തെ ഒരുമിച്ച് കൂട്ടുന്നു.
കോൺകേവ് ലെൻസ് ഒരു സ്കാറ്റററാണ്. അത് പ്രകാശത്തെ അകറ്റിവിടുന്നു. ഈ ഒരൊറ്റ ആശയം മനസ്സിലുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും, പ്രതിബിംബം എവിടെ, എങ്ങനെ, അതിന്റെ സ്വഭാവമെന്ത്, എല്ലാം നിങ്ങൾക്കിതിൽ നിന്ന് ചിന്തിച്ചെടുക്കാൻ സാധിക്കും. ഈ ചാപ്റ്ററിലെ ആശയങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായി ആലോചിക്കാൻ ഒരു കാര്യം തരാം. നമ്മൾ പഠിച്ചു കോൺകേവ് ലെൻസ് എപ്പോഴും ചെറിയ മിഥ്യാപ്രതിബിംബമാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ വീടിന്റെ വാതിലിൽ പുറത്ത് ആരാണ് നിൽക്കുന്നതെന്ന് കാണാൻ ഒരു ചെറിയ ലെൻസ് വെച്ചിട്ടുണ്ടാവും, ഡോർ വ്യൂവർ. അതിലൂടെ നോക്കുമ്പോൾ പുറത്തുള്ള വലിയ സ്ഥലത്തെയും ആളിനെയും ചെറുതായി കാണാൻ സാധിക്കും. അപ്പോ ആ ഡോർ വ്യൂവറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് തരം ലെൻസ് ആയിരിക്കും? എന്തുകൊണ്ടായിരിക്കും അത്? വളരെ നല്ലൊരു ചിന്തയാണ്. നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. അതെ, അത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എത്രത്തോളം മനസ്സിലായി എന്ന് സ്വയം വിലയിരുത്താൻ സഹായിക്കും. പേടിക്കേണ്ട, ഫിസിക്സ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾക്കിത് നന്നായി പഠിക്കാനും മുഴുവൻ മാർക്കും നേടാനും കഴിയും. ഈ ഓഡിയോ വീണ്ടും 1-2 തവണ കൂടി കേൾക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലെ റേ ഡയഗ്രംസ് നോക്കാതെ വരച്ച് പഠിക്കുക. പിന്നെ കണക്കുകൾ ചെയ്തു പരിശീലിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാൻ സാധിക്കും. എല്ലാ ആശംസകളും.